കൊല്ലത്തുനിന്ന് എൻ.ഡി.എയുടെ എം.എൽ.എ ഉണ്ടായിരിക്കും. താമര വിരിയിപ്പിക്കും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന്. താമര വിരിയണം. ഇത്തവണ കൊല്ലത്തു നിന്നും എൻ.ഡി.എക്ക് ഒരു എം.എൽ.എ ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്ന 100% ഉറപ്പുണ്ട്. ആതുര സേവന രംഗത്ത് ഏറ്റവും പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് കുണ്ട്രയെ സംബന്ധിച്ച് നല്ലൊരു വിജയപ്രതീക്ഷയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വികസനം ലക്ഷ്യമാക്കി ബി.ജെ.പിയുടെ പ്രവർത്തനം എല്ലാവരും വിശ്വാസം വന്നിട്ടുണ്ട്. നമ്മുടെ കൊല്ലത്ത് ബി.ജെ.പിയുടെ വിജയ സാധ്യത എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വിജയം പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ കോർപ്പറേഷൻ ഇലക്ഷന് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്നൊരു വ്യക്തിയാണ്. നമ്മൾ ഓരോ ജനങ്ങളുടെ ഇടയ്ക്കും ഇറങ്ങി ചെന്നപ്പോൾ തന്നെ അവർക്ക് ബി.ജെ.പി ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരുപാട് പേര്. നല്ലൊരു സ്വീകരണമാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷെ അവരുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം LDF UDF ഒക്കെ ആയിരിക്കാം. പക്ഷെ അവർ തിരിച്ചറിഞ്ഞറിഞ്ഞ് വരുമ്പോഴും അല്ലേ അവരുടെ അടുക്കള വർത്തമാനങ്ങളിൽ തീർച്ചയായിട്ടും എന്ത് വെച്ച് കഴിഞ്ഞാൽ LDF-ല് നിന്നിട്ടുള്ള LDF-ന് വേണ്ടി കൊടി പിടിച്ചിട്ട് സമരം ചെയ്തിട്ടുള്ള അമ്മമാര് തന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ സ്വീകരിച്ച് വീട്ടിലിരുത്തിട്ട് നമ്മൾ ഏറ്റവും താഴ്ത്തട്ടിൽ കടന്നെടുത്ത് നമുക്ക് മാക്സിമം വോട്ട് ശേഖരിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്ന 100% ഉറപ്പാണ്. എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട്. മാഡം, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ബി.ജെ.പിക്ക് അനുകൂലമാകുന്നു? തീർച്ചയായിട്ടും അനുകൂലമാണ്. എന്തുകൊണ്ടാണ്? രണ്ട് വിഭാഗത്തിലുള്ളവർ LDF ആയാലും UDF ആയാലും മാറി മാറി തിരിച്ച് ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് ഏറി അവരൊരു മാറി ചിന്തിക്കുന്ന ഒരു സമയമാണ്. വികസനം ലക്ഷ്യമാക്കി ബി.ജെ.പിയുടെ പ്രവർത്തനം എല്ലാവരും വിശ്വാസം വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യം കോർപ്പറേഷൻ ഇലക്ഷനിലും തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ നമുക്ക് 12 സീറ്റാണ്. 6 സീറ്റിൽ നിന്ന് 12 സീറ്റിലേക്ക് മാറി. അതൊരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു വികസനം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും. വിലക്കയറ്റത്തിനൊക്കെ ഒരു അറുതി ഉണ്ടാവും. സ്ത്രീകൾക്ക് വളരെ നല്ല രീതിയിലുള്ള പദ്ധതികളാണ് കേന്ദ്രത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. അത് നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ ഫലവത്തായി വരുന്നില്ല. ഈ പദ്ധതികളൊന്നും തന്നെ നമ്മുടെ നാട്ടിലേക്ക് എന്തുകൊണ്ടാണ് വരുന്നില്ല? നമ്മുടെ സർക്കാരിനെ അംഗീകരിക്കാനുള്ള മടി, കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പല കാര്യങ്ങളും അംഗീകരിക്കാനുള്ള മടികൾ കൊണ്ടും പിന്നെ ജനങ്ങളിലേക്ക് ശരിയായ രീതിയിൽ എത്തിക്കാത്തത് കൊണ്ടും ഒക്കെ ഇത്തവണ കൊല്ലത്തു നിന്നും എൻ.ഡി.എക്ക് ഒരു എം.എൽ.എ ഉണ്ടാവും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ബി.ജെ.പിക്ക് അനുകൂലമാണോ? തീർച്ചയായിട്ടും. കൊല്ലത്ത് അക്കൗണ്ട് തുറക്കുമോ? അക്കൗണ്ട് തുറക്കണം. താമര വിരിയിപ്പിക്കും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന്. താമര വിരിയണം. ഇതുവരെ 10 വർഷം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ബി.ജെ.പി അക്കൗണ്ട് തുറക്കണം തന്നെയാണ് ജനങ്ങളുടെ ഒരു അഭിപ്രായവും ജനങ്ങളുടെ ഒരു താല്പര്യവും. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ബി.ജെ.പിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വികസനങ്ങൾ പ്രതീക്ഷിക്കാം? കുണ്ട്രയിലെ റോബിൻ രാധാകൃഷ്ണൻ ഒരു സെലിബ്രിറ്റിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ? അദ്ദേഹം സെലിബ്രിറ്റി ആണെങ്കിലും നമ്മൾ നേരിൽ കണ്ടപ്പോഴത്തേക്ക് സാധാരണ ജനങ്ങളെ പോലെ, സാധാരണ മനുഷ്യനെ പോലത്തെ ഒരു വ്യക്തിയാണ്. അടുത്തിടപെടാൻ നല്ലൊരു മനസ്സുണ്ട് പുള്ളിക്കാരന്. തീർച്ചയായിട്ടും കുണ്ട്രയിലുള്ള എല്ലാ ജനങ്ങളും കൂടി ചേർന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് തന്നെയാണ്. കുണ്ട്രയിലെ സ്ഥാനാർത്ഥി റോബിന്റെ വിജയ പ്രതീക്ഷകളെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്കറിയാം റോബിൻ കുണ്ട്ര സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു വിജയ പ്രതീക്ഷ നോക്കിക്കാണുന്നത്? നമ്മളിപ്പോ കുണ്ട്രയെ സംബന്ധിച്ച് നല്ലൊരു വിജയ പ്രതീക്ഷയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ സാഹചര്യം കൊല്ലത്ത് ബി.ജെ.പിക്ക് അനുകൂലമാണ്? തീർച്ചയായിട്ടും അനുകൂലമാണ്. കാരണം 2 സ്ഥാനാർത്ഥികളെക്കാളും ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ഇപ്പം ബി.ജെ.പി കിട്ടിയിരിക്കുന്നത്. ആതുര സേവന രംഗത്ത് ഏറ്റവും പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 32,000 വോട്ട് കിട്ടി. ഒരു 40,000 വോട്ട് എടുത്ത് കിട്ടുവാണെങ്കിൽ നമുക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ടാണ് ഒരു 10,000 വോട്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടണം. അത്രയേറെ ബന്ധങ്ങളുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും വിജയിക്കും തന്നെയാണ് നമ്മൾ വിശ്വാസം. ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളൊക്കെ തന്നെ എങ്ങനെയായിരിക്കും? നിങ്ങൾ എങ്ങനെയാണ് ഈ വരുന്ന ഇലക്ഷനെ നോക്കിക്കാണുന്നത്? വലിയ പ്രതീക്ഷയോടുകൂടി ആയിരിക്കാം ജനങ്ങള് മെഴ്സിക്കുട്ടിയമ്മ എന്ന മന്ത്രിയെയും വിഷ്ണുനാഥിനെയൊക്കെ ജയിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം ജനങ്ങൾക്ക് നഷ്ടപ്പെടുത്തി ആണ് കഴിഞ്ഞ മുൻകാലങ്ങളിലെല്ലാം നടന്നത്. കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ വലിയൊരു മുന്നേറ്റങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ കുണ്ട്രയും ആ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. പാർട്ടി ചുമ്മാതെ ഒരാളെ സ്ഥാനാർത്ഥിയാകത്തില്ല. നരേന്ദ്രമോദി രാജീവ് ചന്ദ്രശേഖരൻ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ആ നാടിന്റെ ഒപ്പം രാഷ്ട്രീയ നമ്മുടെ ബി.ജെ.പിയുടെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഒന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല പ്രവർത്തിക്കുന്നത്. നാട്ടിലെ ജനങ്ങൾക്ക് നാട്ടിന് നല്ലത് വേണം. അതാണ് ബി.ജെ.പിയുടെ അല്ലെങ്കിൽ സംഘത്തിന്റെ ഒരു കാഴ്ചപ്പാട്. 100% വിശ്വാസത്തിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അറിയാമോ? അദ്ദേഹം ആദ്യമായിട്ടല്ലേ ഇവിടെ? അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ കൂടെ പരിചയസമ്പന്നരായ ഒരുപാട് നേതാക്കൾ നമ്മുടെ ഉണ്ട്. അവരതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകും. കാരണം 10 കൊല്ലത്തിലേറെയായിട്ട് കുണ്ട്ര 2 മുന്നണികളും മാറി മാറി ഇരുന്നിട്ടുണ്ട്. ആദ്യം LDF-ഉം പിന്നെ UDF വരുന്നതാണ്. അപ്പോൾ അവിടെ ഒരു വികസന മുരടിപ്പ് അവിടെ ഉണ്ട്. ആ മുരടിപ്പ് മാറ്റി നല്ലൊരു വികസനത്തിന് വേണ്ടിയിട്ട് NDA സ്ഥാനാർത്ഥിയെ ഡോക്ടർ റോബിനെ എല്ലാവരും വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ നമുക്കുണ്ട്. സ്ത്രീകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു വികസന പ്രതീക്ഷ എന്തൊക്കെയാണ്? നല്ല പ്രതീക്ഷയുണ്ട്. ഏതായാലും ഒരുപാട് വിജയ പ്രതീക്ഷകൾ, വിജയ ആശംസകൾ നേരുന്നു.